നമ്മുടെ ദേവാലയങ്ങൾ. അത് ഏത് ആരാധനാക്രമം അനുസരിച്ചാണ് നമ്മുടെ ദേവാലയങ്ങൾ പണിതപ്പെട്ടിരിക്കുന്നത്? അന്തോക്യൻ ആരാധനാക്രമം അനുസരിച്ചുള്ള പരിശുദ്ധമായ ദേവാലയമാണ് നമ്മൾ പണിതിരിക്കുന്നത്. അപ്പോൾ ഇതിന് മറ്റ് ദേവാലയങ്ങളിൽ നിന്നും എന്ത് വ്യത്യസ്തതയാണുള്ളത്? അല്ലെ മറ്റുള്ളതിൽ നിന്നും എല്ലാം തന്നെ ഒരു സ്ട്രക്ചർ ഉണ്ടാകും. എല്ലാ ദേവാലയത്തിനും ഒരു സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് വന്നത്? ആ ഒരു സ്ട്രക്ചർ എന്താണെന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പം ആദിമകാലം മുതൽ പഴയ നിയമകാലം തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇസ്രായേൽ ജനം അനുഭവിച്ചറിഞ്ഞത് എവിടെയായിരുന്നു അറിയാമോ? പഴയ നിയമമൊക്കെ അറിയാവുന്നവരല്ലേ? സമാഗമ കൂടാരത്തിൽ. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം കാനാൻ ദേശം ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര തിരിച്ചതായ സമയത്ത് അവരുടെ കൂടെ എന്തുണ്ടായിരുന്നു? സമാഗമ കൂടാരം. ഈ സമാഗമ കൂടാരത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നത് പുരോഹിതന്മാരായിരുന്നു, സമാഗമ കൂടാരത്തിൻ്റെ. അപ്പോൾ അവരുടെ കൂടെ എപ്പോഴും ഈ ദൈവ സാന്നിധ്യത്തെ അറിയിച്ചുകൊണ്ട് ഈ സമാഗമ കൂടാരം എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നീട് ഈ സമാഗമ കൂടാരത്തിൻ്റെ മാതൃകയിലാണ് സോളമൻ ജെറുസലേം ദേവാലയം പണിതത്. ഈ സമാഗമ കൂടാരത്തിൻ്റെ മാതൃകയിൽ സോളമൻ ജെറുസലേം ദേവാലയം പണിതു. ഇനി ഞാൻ പറയുന്നത്, ഈ ജെറുസലേം ദേവാലയത്തിൻ്റെ മാതൃകയിലാണ് നമ്മുടെ എല്ലാ ദേവാലയങ്ങളും പണിയപ്പെട്ടിരിക്കുന്നത്. ഈ ജെറുസലേം ദേവാലയത്തിൻ്റെ മാതൃകയിലാണ് നമ്മുടെ എല്ലാ ദേവാലയങ്ങളും പണിയപ്പെട്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ പ്രത്യേകത എന്താണ്? ജെറുസലേം ദേവാലയത്തിൻ്റെ സ്ട്രക്ചർ എന്തായിരുന്നു? അതിൻ്റെ ഘടന, അതിൻ്റെ രൂപം എപ്രകാരമുള്ളായിരുന്നു? അപ്പോൾ അതിൻ്റെ രൂപങ്ങൾ പ്രധാനമായിട്ടും 4 ഭാഗങ്ങളായിരുന്നു ജെറുസലേം ദേവാലയത്തിനുണ്ടായിരുന്നത്. പുറത്തെ പ്രാകാരം, അകത്തെ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ഈ 4 കാര്യങ്ങൾ അറിയാവുന്നവരൊന്ന് എഴുതിയെടുക്കുക, ബുക്കൊക്കെ ഉള്ളത്. പുറത്തെ പ്രാകാരം, അകത്തെ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം എന്നീ 4 കാര്യങ്ങളായിരുന്നു ജെറുസലേം ദേവാലയത്തിനുണ്ടായിരുന്നത്. സ്നേഹമുള്ളവരെ, ഈ 4 കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്, ഇതിൻ്റെ ഘടനയിലാണ് നമ്മുടെ എല്ലാ ദേവാലയങ്ങളും പണിയപ്പെട്ടിരിക്കുന്നത്. എല്ലാ ദേവാലയങ്ങളും ഈ ഘടനയിലാണ്, ഈ സ്ട്രക്ചറിലാണ് പണിയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പുറത്തെ പ്രാകാരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ദേവാലയത്തിൽ പുറത്തെ പ്രാകാരം അറിയാവുന്നവർ പറഞ്ഞോളൂ. നമ്മുടെ മോണ്ടളമാണ്. മോണ്ടളം അഥവാ പോർച്ച് എന്ന് നമ്മൾ പറയുന്നത് മോണ്ടളം. അപ്പോൾ അതിനർത്ഥമുണ്ട്. പഴയ കാലത്ത് അതിനെ വിളിച്ചുകൊണ്ടിരുന്ന മറ്റൊരു പേര് നാടകശാല എന്നാണ്. നാടകങ്ങളൊക്കെ പഴയ കാലത്ത് വിശ്വാസികളെല്ലാം ഒരുമിച്ച് കൂടുമ്പോൾ, പണ്ട് ഇതുപോലെ ഹോളൊന്നും ഇല്ലായിരുന്നു. ആ സമയത്ത് വിശ്വാസികൾ, പള്ളിക്കാരെല്ലാം കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെയായിരുന്നു കലാപരിപാടികളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനൊരു നാടകങ്ങൾ എന്ന് പറയുന്ന ബൈബിൾ നാടകങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു നാടകശാല എന്ന പേര് അതിനുണ്ടായിരുന്നു, മോണ്ടളത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉള്ളതായ പോർച്ച് അഥവാ മോണ്ടളമാണ് പുറത്തെ പ്രാകാരമായിട്ട്, അതിൻ്റെ പ്രതീകമായിട്ട് നമ്മൾ പണി ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഏതായിരുന്നു? അകത്തെ പ്രാകാരം. എന്തായിരിക്കും നമുക്ക്? ഹൈക്കല. അകത്തെ പ്രാകാരം എന്ന് പറയുന്നത് നമ്മുടെ ദേവാലയവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ അകത്തെ പ്രാകാരം ഹൈക്കലാണ്. ഹൈക്കല എന്ന പദം ദൈവജനം നിൽക്കുന്നതായ സ്ഥലം അല്ലെങ്കിൽ ഭൂമി എന്നുള്ള അർത്ഥമാണുള്ളത്. ഹൈക്കല എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. ദൈവജനം, വിശ്വാസികൾ നിൽക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിൽ നമ്മുടെ ദേവാലയത്തിന് ഹൈക്കല ആണ്. അതാണ് അകത്തെ പ്രാകാരം എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ഏതാണ്? വിശുദ്ധ സ്ഥലം. നമ്മുടെ ദേവാലയത്തിൽ ഏതായിരിക്കും? അഴിക്കകം അഥവാ കെസ്ത്രൂമ എന്ന് പറയും. ഒന്ന് പറഞ്ഞേ. അഴിക്കകം അഥവാ കെസ്ത്രൂമ എന്നാണ് പറയുന്നത്. കെസ്ത്രൂമ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അഴിക്കകം നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മുടെ അഴി വെച്ച് ഇതുപോലെ തന്നെ നമ്മുടെ എല്ലാ ദേവാലയത്തിനുമുണ്ട്. അത് വിശുദ്ധ സ്ഥലമാണ്. അതിനുശേഷമുള്ള സ്ഥലമാണ് വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അതിവിശുദ്ധ സ്ഥലം നമ്മുടെ എന്താണ്? മദ്ബഹ. നമ്മുടെ മദ്ബഹയാണ് അതിവിശുദ്ധ സ്ഥലമായിട്ട്, അഥവാ സുറിയാനിൽ ബസ്കുദിശോ അഥവാ കുദ്കുദിഷിൻ എന്നും 2 പദങ്ങൾ ഉപയോഗിക്കും. ബത്കുദിഷിൻ എന്ന് പറഞ്ഞാൽ എന്താ? ബേത്ത് എന്ന് പറഞ്ഞാൽ സുറിയാനി പഠിച്ചവർക്കറിയാം. ബേത്ത് ഭവനം. കുദിശോ, കാദീശോ, വിശുദ്ധം എന്ന് പറയുന്ന കാദീശാ ആലോഹോ എന്ന് പറയുന്നല്ലേ കാദീശ്. ബേത്ത് കുദിശോ അതിവിശുദ്ധ സ്ഥലം എന്നാണ് അർത്ഥം. കുദ്കുദിഷിൻ അഥവാ ബസ്കുദിഷിൻ എന്ന് പറയപ്പെടുന്ന മദ്ബഹ.
അപ്പോൾ അത് സ്വർഗത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ ഈ സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിനുള്ളതായ സ്ഥലമാണ് വിശുദ്ധ സ്ഥലം അഥവാ കെസ്ത്രൂമ അഴിക്കകം എന്ന് പറയുന്നത്. ഇങ്ങനെ 4 സ്ഥാനങ്ങളാണ് പരിശുദ്ധമായ ദേവാലയത്തിനുള്ളത്. ഒന്നാമത്തെ മോണ്ടളം, രണ്ടാമത്തെ ഹൈക്കല, മൂന്നാമത്തെ കെസ്ത്രൂമ അഥവാ അഴിക്കകം, നാലാമത്തെ മദ്ബഹ. അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്കൊരു കാര്യം, നമ്മുടെ മദ്ബഹായ്ക്ക് നമ്മൾ മദ്ബഹ എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മുടെ ആരാധനാക്രമം അനുസരിച്ച് അൾത്താര എന്ന് നമ്മൾ പറയത്തില്ല. അൾത്താര ശുശ്രൂഷകരെന്ന് പറയുന്നത് പോലും തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. അൾത്താര നമ്മുടെ പദമല്ല. അപ്പോൾ നമ്മൾ സുറിയാനി സഭയാണ്, നമ്മൾ ഉപയോഗിക്കേണ്ട പദം എന്ന് പറയുന്നത് മദ്ബഹായാണ്. മദ്ബഹ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ ഇത് മദ്ബഹ ആണെങ്കിൽ അവിടെ വെച്ചിരിക്കുന്നത്, ഇവിടെ ബലിയർപ്പിക്കുന്ന സ്ഥലത്തിൻ്റെ പേരെന്നാണ്? എന്തായിരിക്കും? ത്രോണോസ് അഥവാ ബലിപീഠം എന്നാണ്. വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതായ ബലിപീഠം അല്ലെ മേശ, അപ്പത്തിൻ്റെ മേശ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പത്തിൻ്റെ മേശ, ബലിപീഠം ത്രോണോസ് എന്നാണ് അറിയപ്പെടുന്നത്. അതിനെയും നമ്മൾ മലങ്കര കത്തോലിക്ക സഭയിലുള്ളവരല്ലേ, അന്ത്യോക്യൻ വിശ്വാസം, അന്ത്യോക്യൻ ആരാധനാക്രമം ഫോളോ ചെയ്യുന്നവർ പറയുന്ന പേരാണ് ത്രോണോസ് എന്ന് പറയുന്നത്. അൾത്താര എന്ന പദം നമ്മൾ ഉപയോഗിക്കത്തില്ല. പക്ഷെ ഉപയോഗിക്കുന്നത് പാപമായിട്ടല്ല, ലാറ്റിൻ സഭയിലുമൊക്കെയാണ് കൂടുതലും ആ പദം ഉപയോഗിച്ച് വരുന്നത്. പൗരസ്ത്യ ആരാധനാക്രമം അനുസരിച്ച് അതിന് ത്രോണോസ് എന്ന് പറയുന്നു. അതിന് ബലിപീഠം എന്നർത്ഥമുണ്ട്. അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ കബറായിട്ട് അതിനെ കാണുന്നു. അതുകൊണ്ടാണ് കർത്താവിൻ്റെ സിംഹാസനം എന്നർത്ഥത്തിലാണ് ത്രോണോസ് ഉപയോഗിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ അടക്കിയതായ കല്ലറയായിട്ടും വിശുദ്ധ ത്രോണോസ് പ്രതീകമായിട്ട് നമ്മൾ ചിത്രീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദുഃഖവെള്ളിയാഴ്ച നമ്മുടെ ദേവാലയങ്ങളിലെല്ലാം തന്നെ ത്രോണോസിൻ്റെ ഉള്ളിലൊരു കല്ലറയുണ്ടല്ലേ. ത്രോണോസിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേകമായിട്ട് പണിതിരിക്കുന്ന കല്ലറയുണ്ട്. അവിടെയാണ് പ്രതീകാത്മകമായി കർത്താവിൻ്റെ തിരുശരീരം അടക്കം ചെയ്യുന്നത്. ആ കല്ലറയ്ക്കകത്താണ്. അപ്പോൾ ആ ഒരർത്ഥത്തിൽ കർത്താവിൻ്റെ കല്ലറയായിട്ടും കർത്താവിൻ്റെ സിംഹാസനമായിട്ടും ത്രോണോസിനെ നമ്മൾ കാണുന്നു. അപ്പോൾ അങ്ങനെ 4 ഘടകങ്ങളാണ് മദ്ബഹ, ഈ പള്ളിയുടെ ഭാഗങ്ങളായിട്ട് ഉള്ളത്. ഇനിയും ഈ പള്ളിയെ മറ്റൊരു തരത്തിൽ അതിനെ ചിത്രീകരിച്ചിരിക്കുന്നത് കുരിശിൽ കിടക്കുന്നതായ കർത്താവിനെയായിട്ടാണ്. കുരിശിൽ കിടക്കുന്ന കർത്താവിനെയായിട്ട് പള്ളിയെ വിഭാവനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ കുരിശിൽ കിടക്കുന്ന കർത്താവിൻ്റെ രൂപം എങ്ങനെയായിരിക്കും? കർത്താവിൻ്റെ എങ്ങനെയായിരിക്കും? കാല് എന്ന് പറയുന്നത് എന്തായിരിക്കും? മോണ്ടളം. കർത്താവിൻ്റെ ഉടൽ അഥവാ ശരീരം എന്തായിരിക്കും? ഹൈക്കല ആയിരിക്കും. തല ഏതായിരിക്കും? മദ്ബഹ, ത്രോണോസ് ആയിരിക്കും. കർത്താവിൻ്റെ ശിരസ് എന്ന് പറയുന്ന ത്രോണോസ് ആയിരിക്കും. ഇരുവശങ്ങളും കൈകൾ വിരിച്ച കർത്താവ് കിടക്കുന്നല്ലേ. നമ്മുടെ ആരാധനാക്രമം അനുസരിച്ച് ഈ സാക്രിസ്റ്റി അഥവാ സങ്കീർത്തി മുറി ഇതിൻ്റെ പുറകിലല്ല വരേണ്ടത്. ആരാധനാക്രമം അങ്ങനെയുള്ള പള്ളികൾ കാണും. അത് കുഴപ്പമുണ്ടായിട്ടല്ല, നിങ്ങൾ എന്നിട്ട് ഇങ്ങനെയാണോ എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷെ നമ്മുടെ ആരാധനാക്രമം അനുസരിച്ച് 2 വശങ്ങളിലാണ് എൻ്റെ സാക്രിസ്റ്റി മുറിയായിട്ട്, ഒന്ന് മാമോദീസ മുറിയായിട്ട് ക്രമീകരിച്ച്, ഇപ്പറേ സാക്രിസ്റ്റി മുറിയായിട്ട് ക്രമീകരിച്ചിട്ട്. പക്ഷേ പഴയ ദേവാലയങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വേളാങ്കണ്ണി പള്ളി അല്ലെങ്കിൽ അതുപോലുള്ള പള്ളികളൊക്കെ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നുകൊണ്ടാണ് ആൾക്കാർ വിശുദ്ധ കുർബാനയ്ക്ക് കൂടുന്നത്. അവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഇടതുവശത്ത് വലതുവശത്ത്. അപ്പോൾ കർത്താവിൻ്റെ വിരിച്ച കൈകളെയാണ് അത് സൂചിപ്പിക്കുന്ന ഇരുവശങ്ങളിലുള്ളതായ മുറികൾ. അതും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. ഇനി കർത്താവിൻ്റെ വിലാപ്പുറം എന്ന് പറയുന്നതാണ് നമ്മുടെ മാമോദീസ തൊട്ടി. വിലാപ്പുറത്തുനിന്ന് രക്തവും വെള്ളവും ഒഴുകി എന്ന് പറയുന്നില്ലേ? അപ്പോൾ അതുമാണ് മാമോദീസ തൊട്ടിയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഇവിടെയാണ് അല്ലേ. നമ്മുടെ ഇപ്പോൾ പണിയുന്ന പള്ളികളുടെ എല്ലാം തന്നെ മാമോദീസ തൊട്ടി ഇവിടെയാണ്. പണ്ട് കാലത്ത് മാമോദീസ തൊട്ടി പുറകിലായിരുന്നു വെച്ചിട്ടല്ലേ. പഴയ പള്ളികളിലൊക്കെ നിങ്ങൾ മുതിർന്നവർക്കെല്ലാം അറിയാം, പുറകിലായിരുന്നു മാമോദീസ തൊട്ടി വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പള്ളികളെല്ലാം തന്നെ ദേവാലയത്തിൻ്റെ തെക്ക് വശത്തായിട്ടാണ് പണിയപ്പെട്ടത്. അത് കർത്താവിൻ്റെ കുരിശിൽ കിടക്കുമ്പോൾ കർത്താവിൻ്റെ വിലാപ്പുറമായിട്ട് അതിനെ കാണാറുണ്ട് പ്രതീകാത്മകമായി. അതോടൊപ്പം തന്നെ മാമോദീസ തൊട്ടിയുടെ മറ്റൊരു വിശേഷമാണ് സഭാമാതാവിൻ്റെ ഉദരം. അറിയാവുന്ന കാര്യങ്ങൾ എഴുതി വെക്കണം കേട്ടോ. സഭാമാതാവിൻ്റെ ഉദരമായിട്ടും ഈ മാമോദീസ തൊട്ടിയെ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദരം, അമ്മയുടെ ഉദരം. അതിനെ എങ്ങനെയാണ് കാണുന്നത്?
ഒരു ശിശുവിന് ജന്മം കൊടുക്കുന്ന, അല്ലേ, അമ്മയുടെ ഉദരം എന്ന് പറയുന്നത്. ഈ ലോകത്തിലേക്ക് ഒരു ശിശുവിന് ജന്മം കൊടുക്കുവാനായിട്ടാണ് അമ്മയുടെ ഉദരത്തെ കാണുന്നത്. ഇതുപോലെ തന്നെയാണ് മാമോദീസ തൊട്ടിയിലൂടെ മാമോദീസ സ്വീകരിക്കുന്ന ഒരു കുഞ്ഞ് സഭയിലേക്ക് ജനിക്കുകയാണ്. ആ ഒരർത്ഥത്തിൽ സഭാമാതാവിൻ്റെ ഉദരമാണ്, അല്ലേ? മാമോദീസായിലൂടെയാണ് ഒരാൾ കത്തോലിക്ക വിശ്വാസിയാകുന്നത്, ആണോ? അതെ. അപ്പോൾ സഭയിൽ അംഗമാകുന്നത് മാമോദീസായിലൂടെയാണ്. മാമോദീസ സ്വീകരിച്ചിട്ടില്ലാത്ത ആരെയും നമ്മൾ പണ്ടുകാലത്ത് അടക്കത്ത് പോലും ഇല്ലായിരുന്നു, മാമോദീസ സ്വീകരിക്കാത്തവർ, കാരണം സഭയിൽ അംഗമല്ലാത്ത. അപ്പോൾ മാമോദീസായിലൂടെയാണ് ഒരു ശിശു സഭയിലേക്ക് ജനിക്കുന്നത്. ആ ഒരർത്ഥത്തിൽ സഭാമാതാവിൻ്റെ ഉദരമായിട്ടും അതോടൊപ്പം തന്നെ ജോർദാൻ നദിയായിട്ടും ജോർദാനായിട്ടും മാമോദീസ തൊട്ടിയെ വിശേഷിപ്പിക്കാറുണ്ട്. ഇനിയും അവിടെ ത്രോണോസ് എന്ന് പറയുന്നു. ത്രോണോസ് കർത്താവിൻ്റെ ശിരസാണ് ത്രോണോസായിട്ട് നമ്മൾ കാണുന്നു. അതോടൊപ്പം തന്നെ ഏവൻഗേലിയോൻ പീഠം അതിനോട് ചേർന്നുള്ളതാണ് ഏവൻഗേലിയോൻ പീഠം. ഏവൻഗേലിയോൻ പീഠം എന്ന് പറഞ്ഞാൽ എന്താണ്? സുവിശേഷം ബൈബിള് വയ്ക്കുന്ന സ്ഥലമല്ല കേട്ടോ. ബൈബിള് വയ്ക്കുന്നതായ സ്ഥലമായിട്ടെന്ന് അതിനെ പറയരുത്. കർത്താവിൻ്റെ സുവിശേഷം വയ്ക്കുന്നതായ സ്ഥലമെന്ന് പറയുന്നത്. സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏവൻഗേലിയോൻ സുവിശേഷം എത്ര എണ്ണം ഉണ്ട്? 4 സുവിശേഷം. പലപ്പോഴും നമ്മുടെ കുട്ടികൾ അതിലും ലേഖനങ്ങളും എല്ലാം എടുത്തു വയ്ക്കുന്നൊരു പതിവുണ്ട്. പക്ഷേ അത് ഏവൻഗേലിയോൻ പീഠമാണ്. അപ്പോൾ ലേഖനങ്ങൾ വെക്കേണ്ട വേറെ ഒരു മേശയിലാണ് വെക്കേണ്ടത്. ഏവൻഗേലിയോൻ കർത്താവിൻ്റെ സുവിശേഷം വെക്കുന്ന. അപ്പോൾ അത് ത്രോണോസിനോട് ചേർന്ന് അത് കർത്താവിൻ്റെ വായായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വായായിട്ട് ഏവൻഗേലിയോനെ കർത്താവിൻ്റെ വചനം പറയുന്ന എന്നുള്ള അർത്ഥത്തിൽ ഏവൻഗേലിയോനെ പ്രതീകാത്മകമായിട്ട് കാണാറുണ്ട്. മെഴുകുതിരികൾ എന്ന് പറയുന്നത് കർത്താവിൻ്റെ കണ്ണായിട്ട്, മെഴുകുതിരി അവിടെ വയ്ക്കുന്നതായ മെഴുകുതിരികൾ കർത്താവിൻ്റെ കണ്ണുകളായിട്ട് ചിത്രീകരിക്കാറുണ്ട്, അല്ലെങ്കിൽ അർത്ഥമാക്കാറുണ്ട്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും പറയുന്നത്. കുമ്പസാരക്കൂട് കർത്താവിൻ്റെ ചെവികളായിട്ട്. കുമ്പസാരക്കൂട് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ പുറകിലാണ് വെക്കുന്നത്. അത് സൗകര്യത്തെ പ്രതിയാണ് പുറകിൽ വെക്കുന്നത്, കുമ്പസാരക്കൂട് എന്ന് പറയുന്നത് പുറകെ വെക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ എൻ്റെ സ്ഥാനം ഈ ഗസ്റൂമയുടെ അനുബന്ധമായിട്ടാണ് കുമ്പസാരക്കൂടിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. അത് നമ്മൾ സൗകര്യത്തെ പ്രതി എല്ലാവരും കാണണ്ട എന്നുള്ള അർത്ഥത്തിലാണ് പുറകിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതിനെ കർത്താവിൻ്റെ ചെവിയായിട്ട് അതിനെ അർത്ഥമാക്കാറുണ്ട്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് കർത്താവ് കുരിശിൽ തൂങ്ങപ്പെട്ട കർത്താവിൻ്റെ ഒരു പ്രതീകമായിട്ട് നമ്മുടെ ദേവാലയത്തെ സഭാപിതാക്കന്മാർ, പ്രത്യേകിച്ച് ബർസലീബി സഭാ സുറിയാനി പിതാക്കന്മാർ അതിനെ കാണുന്നതാണ്. അതിൻ്റെ വ്യാഖ്യാനമാണ് ഞാൻ പറഞ്ഞത്. മറ്റൊരർത്ഥത്തിലും കാണുന്നുണ്ട്, യാക്കോബ് കണ്ട ഗോവേണിയായിട്ട്. എന്താ യാക്കോബ് കണ്ട ഗോവേണി എന്ന് പറയുന്നത്? എന്താണ്? യാക്കോബ് കണ്ടത് ദൈവദൂതന്മാർ ഒരു ഗോവേണിൽ മുകളിലേക്ക് സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നതും അവിടെ നിന്ന് ഇറങ്ങി വരുന്നതുമായിട്ട് കണ്ടു. അപ്പോൾ ആ ഒരർത്ഥത്തിൽ ദേവാലയം എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് കരയേറുന്നതിനും അവരോഹണം ചെയ്യുന്നതിനും വിശ്വാസികൾ സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് ദൈവദൂതന്മാർ കടന്നു വരുന്ന വിശ്വാസികൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതുമായുള്ള ഗോവേണിയായിട്ട് ഈ ദേവാലയത്തെ കാണാറുണ്ട്, അർത്ഥമാക്കുന്നുണ്ട്. അതിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ദേവാലയത്തെ സ്റ്റെപ്പ് കാണുന്നില്ലേ? ദേവാലയത്തെ സ്റ്റെപ്പുകൾ നിങ്ങൾ ഓർക്ക് എന്തിന് ഇത്രയോ സ്റ്റെപ്പുകളൊക്കെ എന്ന് ചോദിക്കും. മദ്ബഹായിക്കാണെങ്കിലും അച്ഛന്മാർക്ക് ചിലപ്പോൾ കയറിപ്പോകാം, പ്രായമുള്ള അച്ഛന്മാർക്ക് ബുദ്ധിമുട്ടാണെന്നർത്ഥത്തിൽ ചില പുതിയതായിട്ട് ദേവാലയം പണിതാൽ അതിൻ്റെ സ്റ്റെപ്പൊക്കെ കുറയ്ക്കും. 3 സ്റ്റെപ്പ് അല്ലെ 5 സ്റ്റെപ്പ് എന്നൊക്കെ ഉള്ളിടത്ത് അത് ചിലപ്പോൾ 1 or 2 ഒക്കെ ആക്കും. കയറിപ്പോകാൻ ബുദ്ധിമുട്ടാണ്, പ്രായമുള്ള അച്ഛന്മാർക്ക് കയറിപ്പോകാൻ ബുദ്ധിമുട്ടാണെന്നുള്ള അർത്ഥത്തിൽ. അതിനും അർത്ഥമുണ്ട്. സാധാരണഗതിയിൽ 9 സ്റ്റെപ്പുകളെങ്കിലും ഉണ്ടാകണമെന്നാണ്. 9 നടയെങ്കിലും ഒരു ദേവാലയം. നിങ്ങൾ ഓർത്ത് മോണ്ടളം തൊട്ട് തുടങ്ങുക, അവിടം തൊട്ട്. അപ്പോൾ ദൈവജനം അവിടുന്ന് കയറി വന്ന് ഭൂമിയിലൂടെ കയറി വന്ന് എങ്ങോട്ട്? സ്വർഗത്തിലേക്ക് കരയേറുന്ന ഗോവേണിയാണ്. അപ്പോൾ അച്ഛൻ നിൽക്കുന്നത് അവിടെ ദർഗ ഉണ്ട്. ദർഗായിൽ അച്ഛൻ നിൽക്കുന്നത് ഏറ്റവും മുകളിൽ സ്വർഗത്തിൻ്റെ ഏറ്റവും അടുത്ത തട്ടിലാണ്, സ്റ്റെപ്പിലാണ് അച്ഛൻ നിൽക്കുന്നത്. ആ ഒരർത്ഥത്തിൽ ദേവാലയത്തിൻ്റെ ഗോവേണിയായിട്ട് ദേവാലയത്തെ പണിയുന്നുണ്ട്. ആ അർത്ഥത്തിൽ പണിയുന്നുണ്ട്. ഈ 9 സ്റ്റെപ്പ് എന്താണ്? ക്രോബേ ദൂതന്മാർ, സ്രോപ്പേന്മാർ, മൗത്തുവേന്മാർ, മോറാവോസ്യന്മാർ തുടങ്ങിയ സ്വർഗീയ നിരകൾ നിൽക്കുന്നതായ സ്ഥലമാണ്. കർത്താവിന് സ്തുതികീർത്തനം ആലപിക്കുന്നതായ
ക്രോബേന്മാരും ശ്രോപ്പേന്മാരും മൗത്തുപേന്മാരും എല്ലാം തന്നെ സെറാഫുകളൊക്കെ നിൽക്കുന്ന സ്ഥലമായിട്ടാണ് ഈ സ്റ്റെപ്പിനെ കരുതുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പിന് തന്നെ പ്രത്യേകമായ അർത്ഥമുണ്ട്. അപ്പോൾ ഓരോ സ്റ്റെപ്പ്, അതുകൊണ്ടാണ് മദ്ബഹായിലേക്കുള്ള സ്റ്റെപ്പിൽ കയറി പോകുമ്പോൾ മദ്ബഹായുടെ വാതിലൊക്കെ മുത്തിയാണ് ദേവാലയത്തിനുള്ളിലേക്ക്, മദ്ബഹായിലേക്ക്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ദേവാലയത്തെപ്പറ്റി പ്രാരംഭമായിട്ട് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ദേവാലയത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഒന്ന് ടച്ച് ചെയ്തു പോയി എന്ന് മാത്രമേ ഉള്ളൂ.